നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴ് നാളത്തെ ദിവസത്തെ പറ്റി വിജയദശമി എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത്. ഈ വിജയദശമിയുടെ പ്രാധാന്യം നമ്മുടെ വിദ്യാരംഭത്തിനും അതുപോലെ ശീലിച്ചു വന്ന ചില ഈ വേദശാസ്ത്ര വിഭാഗങ്ങളിലുള്ള കാര്യങ്ങളും ശീലിച്ചു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്കിതെന്താണെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് നമുക്കത് അറിയാൻ വയ്യാതെ വന്നത്? നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, മറ്റുള്ള ഇവിടെ ഇന്ത്യക്കൊരു പാരമ്പര്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടേയില്ല. എന്നാൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? മനുസ്മൃതി എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഇന്ത്യക്കുണ്ടായിരുന്നു. അത് തെറ്റിയിട്ട് കാലങ്ങൾ വളരെ കാലമായി. ഈ കാര്യം നമ്മൾ അറിയുന്നതേയില്ല. നമ്മൾ ത്രിമൂർത്തിയിൽ നിന്ന് തൃപ്തിപ്പെടുകയാണ്. പക്ഷെ മനുവിന്റെ സമ്പ്രദായം ഇതല്ല. നാൻമുഖൻ എന്നൊരു സമ്പ്രദായമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഈ ബ്രഹ്മാവിൽ കൊണ്ടുവന്ന് എല്ലാം സമർപ്പിക്കുന്ന ഒരു ഗതികെട്ട പരിചയം നമുക്ക് വന്നു. അത് മനുവിന്റെ സമ്പ്രദായമാണെന്നാണ് നമ്മളെ പറഞ്ഞു പഠിക്കുന്നത്. ഒരിക്കലും അതല്ല. നാൻമുഖനാണ്. അപ്പൊ ജ്ഞാനമൂർത്തിയുടെ തലയില്ല. അങ്ങനെ വന്നപ്പോഴും ജ്ഞാനം എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഇന്ത്യക്ക് ഇല്ലാതെ, പിന്നെ അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് യോഗം, കർമ്മം, ജ്ഞാനം, ഭക്തി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോയപ്പോഴ് ഒരു ഭാഗത്തും അതിന്റെ സത്യം എത്താത്ത വിധത്തിലായി. അങ്ങനെ വന്നപ്പോഴ് ഇന്ത്യയിൽ തന്നെ അനവധി തരത്തിലുള്ള വിഭാഗീയ ചിന്ത വന്നു. അത് പിന്നെ ജാതിയായി പകർന്നു, വർഗങ്ങളായിട്ട് പകർന്നു വന്നപ്പോഴ് ഇവിടെ നിൽക്കാൻ വയ്യാത്ത വിധം ജാതി പകർന്നു. അങ്ങനെ ഇസ്ലാമായും ക്രിസ്ത്യാനിയായിട്ടും ജൈനനായിട്ടും ബൗദ്ധനായിട്ടും വളർന്നു. പക്ഷെ ആര് വളർന്നിട്ടും ഈ സത്യസ്ഥിതിയെ കാണാൻ നമുക്ക് കണ്ണുണ്ടായിരുന്നില്ല. നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നേലേ പറ്റൂ. ഈ രംഗം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കണ്ടതിനെയൊക്കെ വെച്ച് ആരാധിച്ച് ബലം പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വഴിക്ക് ആരാധിച്ചു വന്നപ്പോൾ നമ്മുടെ പൂർവ്വന്മാരുടെ ജീവൻ ഈ പറഞ്ഞ വേയും മാടനും മന്ത്രമൂർത്തിയും യന്ത്രമൂർത്തിയായിട്ട് മാറിയിട്ട് വെറും വൈദിക തന്ത്രത്തിലുള്ള സങ്കല്പമൂർത്തിയുടെ പുറയിൽ കെട്ടിയിരിപ്പാണ് നമ്മുടെ വേല.